വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന് ടി വി വെച്ച് നോക്കുമ്പോൾ ദാ കിടക്കണ് നമ്മുടെ ഏഷ്യ കപ്പിൻ്റെ ഹൈലൈറ്റ്സ്. സഹീർ ഖാൻ, ഗംഭീർ, സെവാങ് ഇവരെല്ലാം ഒന്ന് കളിച്ച പാകിസ്ഥാനെതിരെയുള്ള കളി. ഇത് നമ്മൾ കണ്ടു നോക്കുമ്പോൾ നല്ലോണം നൊസ്റ്റ അടിച്ചേ. അതിൻ്റെ നടുക്ക് നോക്കുമ്പോൾ അതാ കിച്ചണിൽ നിന്ന് പൂച്ച കരയുന്ന ഒച്ച. പോയി നോക്കുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടി ചിക്കൻ കറി വെക്കുന്നുണ്ട്. രാവിലെ വീട്ടിൽ 2 കോഴി ഉണ്ടായിരുന്നു. ആ കോഴിനെ പിടിച്ചവർ തട്ടി കൊന്ന പാവം തിന്നാത്തിരുന്നിൻ്റെ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ കൊല്ലട്ട്. നോക്കുമ്പോൾ അതൊരു പടക്കോഴിയാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് മുട്ടയുണ്ട്. പക്ഷേ കുറേ 1 കൊല്ലത്തോളമായി മുട്ടയിടാതെ. അങ്ങനെ ചിക്കൻ അങ്ങനെ മസാലയെല്ലാം പിടിപ്പിച്ച് അവിടെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് അടുപ്പത്തും ആക്കി. അതെല്ലാം അവരെന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കളി നോക്കും. എന്നിട്ട് ഇങ്ങനെ ഈ ചിക്കൻ കറീൻ്റെ വെപ്പെല്ലാം ഇങ്ങനെ നോക്കും, ഒരു മേൽനോട്ടം. ഇത് വിറകടുപ്പിലാണ് നമ്മൾ സംഭവം വെക്കുന്നത്. ഇപ്പം വിറകടുപ്പ് മെച്ചം, ഗ്യാസിനാണ് കൊടുക്കത്ത വിലയും. അതിൻ്റെ നടുക്ക് ഇങ്ങനെ സംഭവം ചിക്കൻ അടുപ്പത്ത് നിന്ന് വേവട്ട് ഞാൻ പോയി കളി നോക്കട്ടെ. ഏകദേശം 261 റണ്ണോളന്ന് അവരടിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഗംഭീറും ബാറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു കളി കാഴ്ചവെക്കുന്നുണ്ട്. ശേഷം ലാസ്റ്റ് കളി കുറച്ച് നല്ല ടൈറ്റ് ആകുന്നുണ്ടെങ്കിൽ അക്തറിൻ്റെ എല്ലാം ബോളിംഗ് ഒന്ന് കാണാം. പക്ഷെ അക്തറിനൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് നമ്മൾ ഹർഭജൻ സിംഗ് വന്നിട്ട് ഒരു 6 അടിച്ച് കളി ജയിപ്പിക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഈ കളി നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് കാണുമ്പോൾ ഭയങ്കര, അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാണ് സെവാങ്. പക്ഷേ ഈ കളിയിൽ ചങ്ങായി തീരെ കളിച്ചില്ല. പക്ഷേ ഗംഭീർ നല്ല കളി കളിച്ചു കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഒന്ന് കിച്ചണിൽ പോയി നോക്കുമ്പോഴത്തേക്ക് ആ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൊണ്ട് സമയം ഇപ്പോൾ ഏകദേശം ഉച്ചക്ക് 1 മണി 1:30 ആയി. ഇത് നല്ല വാഴക്കൂമ്പ് കേട്ടോ. ഇതാണ് വാഴക്കൂമ്പിനെ കൊണ്ടുണ്ടാക്കിയ തോരൻ. ആ നേരത്തെ കണ്ട മുട്ടയില്ലേ അതും, പിന്നെ ചിക്കൻ, ഇത് തോരൻ, ചക്കക്കുരു, ഇതെല്ലാം കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ഊണ് റെഡിയാക്കി. പിന്നെ ഉച്ചക്കൊരു ഊണെല്ലാം കഴിച്ച് ഇനി വേറെ എന്തെങ്കിലും സിനിമയും കാറ്റുണ്ടെങ്കിൽ വീട്ടിൽ കണ്ടിരിക്കാമെന്നൊരു ധാരണയില്ലേ ഞാൻ ഫുഡ് അടിങ്ങ് തുടങ്ങി. പുറത്ത് കാര്യമായിട്ട് മഴയൊന്നും പെയ്യുന്നില്ല. ഇപ്പം മഴക്കാലമായി. പക്ഷേ ഇപ്പം 2 ദിവസമായി മഴയൊന്നും പെയ്യാതെ. ഏതായാലും ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. ഒന്നാമത് നാടൻ ചിക്കനാണേ. അങ്ങനെ നമ്മൾ ഈ ചിക്കൻ കറി വെക്കുമ്പോൾ അധികം മസാലയൊന്നും ചേർത്തില്ല കേട്ടോ. നോർമൽ മസാലകൾ, അതായത് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇഞ്ചി, മറ്റേ അങ്ങനെ അല്ലറ ചില്ലറ മസാലകൾ മാത്രമേ ഇട്ടില്ല. വേറെ അധികമൊന്നും മസാലയൊന്നും ഇട്ടില്ല. കാരണം നമുക്ക് ചിക്കനിലെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഒരുപാട് മസാല ഇട്ടാൽ പിന്നെ ശരിയാവില്ല. പ്രത്യേകിച്ച് നാടൻ കറിക്കെല്ലാം കുറച്ച് എരിവ് അധികമാക്കും. കുറച്ച് മുളക് അധികം ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും.